എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മനോഹരവും രുചികരവുമായ ബെറിയപ്പാണ്. നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മുസ്ലി, സ്ട്രോബെറിയുടെ യോഗർട്ട്, സ്ട്രോബെറിയുടെ ഫ്രൂട്ട് ക്രസ്റ്റ്, ഐസ്ക്രീം എന്നിവയാണ്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഒരു സോഡയുടെ കുപ്പി ഇരുവശവും മുറിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെക്കാം. ഇനി നമുക്ക് ഓരോരോ സാധനങ്ങളായി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ആദ്യമായി നമുക്ക് 3 ടേബിൾ സ്പൂണോളം മുസ്ലി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്ട്രോബെറിയുടെ യോഗർട്ട് 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറിക്ക് പകരം നിങ്ങൾക്ക് ബ്ലൂബെറിയും ചേർക്കാവുന്നതാണ്. നല്ലൊരു രുചിയാണ് സ്ട്രോബെറി യോഗർട്ടിന്. അതിനുശേഷം സ്ട്രോബെറി ഫ്രൂട്ട് ക്രസ്റ്റ് അല്പാൽപമായി ചേർക്കുക. നിങ്ങൾ സ്ട്രോബെറി യോഗർട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ട്രോബെറി ഫ്രൂട്ട് ക്രസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ബ്ലൂബെറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്ലൂബെറി ഫ്രൂട്ട് ക്രസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഐസ്ക്രീമാണ്. നമുക്കിവിടെ 2-3 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറുള്ള ഐസ്ക്രീമും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുസ്ലി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം സ്ട്രോബെറിയുടെ യോഗർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഒരു 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായി സ്ട്രോബെറിയുടെ ഫ്രൂട്ട് ക്രസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മുടെ ബെറിയപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ഉയർത്തി നോക്കാം. നമ്മുടെ ബെറിയപ്പ് ഇവിടെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ബെറിയപ്പ് നമ്മളിവിടെ വളരെ ഈസിയായി തയ്യാറാക്കി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.